പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിലെ വിപ്ലവകാരിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ് ശബരിയാശ്രമത്തിന്റെ സ്ഥാപകൻ. ഗാന്ധിജിയുടെ ആഹ്വാനം ചെവിക്കൊണ്ട് 1920 ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ വക്കീൽ പണി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും പൊതുപ്രവർത്തനത്തിനിറങ്ങി. കേളപ്പജിയും കെ.പി. കേശവമേനനുമൊക്കെ പങ്കാളികളായി. 1923 പാലക്കാട് ഒലവക്കോട് വെച്ച് നടന്ന മിശ്രഭോജന സമരത്തിന്റെ മുഖ്യ സൂത്രധാരകനും പ്രധാന സംഘാടകനും ടി.ആർ. കൃഷ്ണസ്വാമിയായിരുന്നു. മിശ്രഭോജനം കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹത്തെയും ഭാര്യയെയും കൽപ്പാത്തി അഗ്രഹാരത്തിൽ നിന്നും പുറത്താക്കി. കൽപ്പാത്തി പുഴക്കരയിൽ അകത്തേത്തറയിലാണ് അവർ രക്ഷപ്പെട്ടത്. ഓരോ ഗാന്ധി ജയന്തിയും നമുക്ക് പൂർത്തീകരിക്കാനുള്ള പ്രതിജ്ഞകളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. ശബരി ആശ്രമത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന അവസാന നാളുകളിൽ അതിന്റെ സ്ഥാപകൻ കൃഷ്ണസ്വാമി അയ്യരെയും അദ്ദേഹത്തിന്റെ പത്നി ഈശ്വരി അമ്മാളിനെയും ഓർക്കാതെ കടന്നു പോകുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന അവഗണനയായിരിക്കും. കൃഷ്ണസ്വാമി അയ്യര് ഭാര്യ ഈശ്വരമ്മാൾക്കും ഇവിടെയാണ് അഭയം നൽകിയത്. അഭ്യയജമാന്റെ സ്ഥലം വെട്ടുകൊണ്ട് ആദ്യമായി ഇവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി. അക്കാലത്ത് അത്താഴച്ചെറിയിൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ സരോജിനി നായരുമായിരുന്നു ആ യോഗം ഉദ്ഘാടനം ചെയ്തത്. അതിനുവേണ്ടി നിർമ്മിച്ച ഷെഡിന്റെ ഓലയും മടലുമൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെയാണ് ആദ്യമായി കൃഷ്ണസ്വാമി ഒരു ഭാര്യയും താമസം ഉറപ്പിച്ചത്. പാലക്കാട്ടുശ്ശേരി രാജവംശത്തിലെ അംഗമായിരുന്ന അകത്തേത്തറ മക്കൾ വീട്ടിൽ അപ്പുയജമാനൻ ടി.ആർ. കൃഷ്ണസ്വാമിക്കും കുടുംബത്തിനും അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പുയജമാനൻ നൽകിയ സ്ഥലത്താണ് കൃഷ്ണസ്വാമി അയ്യർ ശബരി ആശ്രമം സ്ഥാപിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഹരിജനങ്ങൾക്കായി അയ്യപ്പ ക്ഷേത്രം തുറന്നുകൊടുത്തത് ടി.ആർ. കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിലായിരുന്നു. 1924, 27, 34 വർഷങ്ങളിൽ ഗാന്ധിജി ശബരി ആശ്രമത്തിൽ സന്ദർശനം നടത്തുകയുണ്ടായി. കൃഷ്ണസ്വാമിയുടെ സാമൂഹ്യ പരിഷ്കർത്തനങ്ങൾ ദേശാഭിമാനികളെ ആകർഷിക്കുന്ന വിധത്തിൽ ആയിരുന്നു. മഹാത്മാഗാന്ധി കേരളത്തിൽ 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ 3 പ്രാവശ്യവും ഈ ശബരിയാശ്രമത്തിലാണ് വന്നിരിക്കുന്നത്. ഒരിക്കൽ ഗാന്ധിജിയുടെ കൂടെ സഹധർമ്മിണി കൂടെ വരികയും ഈ ഹാളിൽ ഇവിടെ വെച്ച് അവർ പ്രാർത്ഥന ആരംഭിക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്ത അപൂർവമായ ഒരു ചരിത്രമുറങ്ങുന്ന മണ്ണാണ്, പ്രദേശമാണ്, സ്ഥലമാണ്. 3 പ്രാവശ്യം മഹാത്മാഗാന്ധിജി സന്ദർശിച്ച സ്ഥലമാണ് അകത്തേത്തറ ശബരി ആശ്രമം. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഇവിടെ ഗാന്ധിജി നട്ട തെങ്ങും അദ്ദേഹവും കസ്തൂർബ ഗാന്ധിയും താമസിച്ച വീടും ഉണ്ട്. ജാതിമത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന മാതൃകാ രാജ്യത്ത് ആദ്യം അവതരിപ്പിച്ചത് അകത്തേത്തറ ശബരി ആശ്രമം. ഗാന്ധിജി പാലക്കാട്ട് വരുന്നു എന്നറിഞ്ഞ് പന്തിഭോജനത്തെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടി ഗാന്ധിജിയെ ആക്രമിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും. ഈ വാർത്ത
അറിഞ്ഞ് കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറം ട്രെയിൻ നിർത്തുകയും അതിൽ നിന്ന് ഗാന്ധിജിയെയും കൂട്ടുകാരെയും ആശ്രമത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്.